ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 മിഥുനമാസം 23-ാം തീയതി, അതായത് 2016 ജൂലൈ മാസം 7-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം 27 നാഴിക ആയില്യവും ബാക്കി മകവുമാണ്. അപ്പോൾ അതേപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന നമ്മുടെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ബഹുമാന്യ ശർമാജി, കൊല്ലത്ത് നിന്ന് രവി എഴുതുന്നു. നല്ല വരുമാനവും മറ്റുമുണ്ട്, പക്ഷെ ഒരു പൈസ പോലും നീക്കിയിരിപ്പില്ല, കടവും ഉണ്ടാകുന്നു. വീടിൻ്റെ ദോഷമാണോ, പഴയ വീട് പുതുക്കി പണിതാണ്, എന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിൽ രണ്ട് തരത്തിലുള്ള ക്രമക്കേടുകൾ പറയാം. ഒന്ന്, ജാതകവിധി പ്രകാരം രവിക്ക് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12-ാം രാശിയിലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 2-ാം രാശിയിലും 3-ാം രാശിയിലും 4-ാമത്തെ രാശിയിലും എന്തിനേറെ പറയുന്നു 2ഉം 12ഉം 4ഉം രാശികളിൽ പ്രബല ഗ്രഹവും താരാഗ്രഹവുമായ വ്യാഴം, ശുക്രൻ, ചൊവ്വ, ശനി ഇപ്രകാരമുള്ള താരാഗ്രഹങ്ങൾ ഒന്നുമേ നിൽക്കാതെ വരുമ്പോൾ ഒരു സൗരയൂഥത്തിലെ അമ്മയുടെ സ്ഥാനമായ ചന്ദ്രന് ഒരു കുടുംബത്തിൽ ഭർത്താവിനാലോ മക്കളാലോ പിൻബലമില്ലാത്തൊരു അമ്മയുടെ അവസ്ഥ, നിസ്സഹായയായ അവസ്ഥ, അതായത് കേമദ്രുമം എന്ന് പറയുന്ന വളരെ അപൂർവമായൊരു യോഗമാണ്. കേമദ്രുമ യോഗം ധനസമ്പാദനത്തിന് പറ്റിയതല്ല, സമ്പാദിക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. കേമദ്രുമം എന്ന് പറയുന്നത് പേര് കേൾക്കുന്ന പോലെ കേമമല്ല, അത് ദാരിദ്ര്യ സംബന്ധമായ ലക്ഷണമാണ്. അതായത് മേൽഗതിക്ക് തടസ്സം, അഭിവൃദ്ധിക്ക് തടസ്സം, നീക്കിയിരിപ്പിന് തടസ്സം, ഭൗതിക സമ്പത്തുകൾക്ക് തടസ്സം, അഥവാ അതിന് മെനക്കെട്ടാൽ ഇരട്ടിക്കിരട്ടി പണം ചെലവാക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുക, ഭാഗ്യം തേടി നിർഭാഗ്യങ്ങളുണ്ടാക്കുക. എന്ത് ബിസിനസ് ലാഭകരമായിട്ടുള്ളത് ചെയ്താലും കേമദ്രുമ യോഗക്കാർ വന്നിരുന്ന് കഴിയുമ്പം അതിന് നാശം സംഭവിക്കുക. ഇപ്രകാരമുള്ള ഒരു കേമദ്രുമ യോഗം ജാതകത്തിൽ ഉണ്ട്. ആ യോഗം നിലനിൽക്കവേ ലഗ്നാൽ 4-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്ന ഗ്രഹനിലയാണ്. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വസ്തു, വാഹനം, വീട് ഇത്യാദികളും മാതൃസ്വത്ത്, മാതാവുമായിട്ടുള്ള രമ്യത, മാതാവുമായ സഹകരണ ജീവിതം, ഇപ്രകാരവും മാതുലൻ അമ്മാവൻ്റെ സ്ഥാനവും, അതുപോലെ തന്നെ അമ്മ വഴി ബന്ധുക്കളെ കൊണ്ടുള്ള സഹായവും, അതുപോലെ തന്നെ നാട്ടുകാരെ കൊണ്ടുള്ള സംതൃപ്തിയും, നാട്ടുകാരാൽ അംഗീകാരവും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറയും എന്ന് മാത്രമല്ല, ഉപദ്രവമോ ദോഷമോ ഭാഗ്യഭംഗമോ ഉണ്ടാകുമെന്നുള്ള വിശേഷ ലക്ഷണം ലഗ്നാൽ 4-ാമിടത്ത് മാന്തി നിന്നിടും ഭവൽ. 4-ാമിടം എന്ന് പറഞ്ഞാൽ 4-ാമത്തെ രാശി, മാന്തി എന്ന് പറഞ്ഞാൽ ഗുളികൻ, മന്ദൻ എന്ന് പറഞ്ഞാൽ ശനി. അതായത് മാന്തി നിന്ന് കഴിഞ്ഞെന്നാൽ, ഗുളികൻ നിന്ന് കഴിഞ്ഞെന്നാൽ വസ്തു, വീട് എന്നിവ ഉണ്ടാവുന്നതിന് തടസ്സം ഉണ്ടാകുക. ഏതെങ്കിലും തരത്തിൽ തടസ്സം, തർക്കം, അനുഭവദോഷം, കാലതാമസം, നിർഭാഗ്യത എന്നിവ കുടുംബപരമായിട്ട് വീട് വെക്കുന്നതിന് ജാതക നിലയിൽ സ്ത്രീ പുരുഷ, പണ്ഡിത പാമ്പര, കുബേര കുചേര, ജാതിയാത, മതപരമായ രാജ്യാന്തര വ്യത്യാസമന്യേ 4-ാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നവർക്ക് ഈ ദോഷം ബാധകമാണ്. അതിൻ്റെ കൂടെ കേമദ്രുമവും കൂടിയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലോ മക്കളുടെ പേരിലോ സഹോദരങ്ങളുടെ പേരിലോ ഒക്കെയായിട്ട് വസ്തു വാങ്ങി അതിൽ പെരവെക്കുകയാണെങ്കിൽ അവർക്ക് കേമദ്രുമം ഉണ്ടെങ്കിൽ അവർക്കും ഇത് തന്നെയായിരിക്കും ഫലം. കേമദ്രുമം ഇല്ലെങ്കിൽ അവരെ കൊണ്ട് പണിയിപ്പിക്കുകയും കാലാന്തരേ നമ്മുടെ പേരിലേക്ക് ആക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു സൃഷ്ടി നടന്നതിന് ശേഷം അത് സ്വായത്തമാക്കിയാൽ അത് കയ്യിലിരിക്കും. ഇല്ലാതെ ഒരു സൃഷ്ടി നടത്തുവാനായി കേമദ്രുമം, അതായത് സൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരു പെരയാണെങ്കിലും അത് സൃഷ്ടിയാണ്, ഒരു മിഷനാണെങ്കിലും അത് സൃഷ്ടിയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തടസ്സം വരാൻ സാധ്യതയാണ് കേമദ്രുമ യോഗക്കാർക്ക്. അതുപോലെ തന്നെ 4-ൽ ഗുളികൻ, ശനി, കേതു, രാഹു ഇങ്ങനെ നിൽക്കുന്നവർക്കും ഇത് ഏറെക്കുറെ ബാധകമാണ്. അതിൻ്റെ കൂടെ ഏതരശനിയും ജന്മശനിയൊക്കെ വരുമ്പോഴത്തേനും പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ പലതരത്തിലുള്ള ദോഷങ്ങൾ കൂടി വരാം എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ഇദ്ദേഹത്തിന് വീട് വെക്കേണ്ട സമയമായിരുന്നു. അത് ഇങ്ങനെ പല തടസ്സങ്ങൾ വന്ന് മാറി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയോ മക്കളുടെയോ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ പേരിൽ
വീട് ആക്കിയിട്ട് വീട് പണിയുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വീട് പണിയുന്നതിന് മുമ്പ് അതിരുകൾ കാര്യങ്ങളെല്ലാം കൃത്യമാക്കി നിയമപരമായ എന്തെങ്കിലും വയ്യാവലുകളുണ്ടെങ്കിൽ അതെല്ലാം കാലോചിതപരമായി തീർത്ത് വേണം. കൂടാതെ കേമദ്രുമത്തിന് പൂർണ്ണചന്ദ്രൻ ഉള്ള ദിവസം ദുർഗാഭഗവതി ദേവാലയത്തിൽ ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം ഉള്ള പൂജാതി കർമ്മങ്ങളോ പുഷ്പാർച്ചനകളോ അതുപോലെ തന്നെ കടുംപായസ നിവേദ്യാദികളും അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല മുതലായതും ഒക്കെ ചാർത്തി ദോഷകാഠിന്യം കുറയ്ക്കാവുന്നതാണ്. ചന്ദ്രകാന്തം എന്ന രത്നം ധരിക്കുന്നതും ഒരു പരിധിവരെ നല്ലതാണ്. പഞ്ചദുർഗ എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്ത് ഒരു തൃശൂലത്തിലേക്ക് ചെമ്പ് പ്രതിമയിലേക്ക് ഈ യമദ്രിവ ദോഷത്തെ ആവാഹിച്ച് ദുർഗാക്ഷേത്രത്തിൽ കൊടുക്കുന്നതും വളരെ നല്ല ഫലം ചെയ്യും. ഇതെല്ലാം 50% ദോഷപരിഹാരങ്ങളാണ്. പോയിട്ട് 50% ബുദ്ധിയും യുക്തിയും അനുസരിച്ച് തൻ്റെ പേരിൽ നിന്ന് മറ്റുള്ളവരുടെ വിശ്വസനീയമായ മറ്റാരുടെയെങ്കിലും പേരിൽ വീട് പണിയോ വസ്തുവൊക്കെ സമ്പാദിച്ചാൽ അത് നന്നായിരിക്കും. കേമദ്രുമ ഭംഗമുള്ളവർക്ക് കേമദ്രുമ ദോഷം വന്നാലും അത് സമാധാനമുണ്ട്. അവയെ നേരിടാനുള്ള യോഗം ജാതക നിലയിലുണ്ട്. ഇത് കേമദ്രുമ ഭംഗം എന്ന് പറയുന്നതില്ല, കേമദ്രുമ യോഗമേ ഉള്ളൂ. ആയതിനാൽ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് വീട് പണി പൂർത്തിയാക്കാം. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം